Happy birthday to you. Happy birthday, happy birthday, happy birthday to you. My name is Lisa. I'm Upachun's granddaughter. On behalf of the entire family here, I wanted to welcome you all to Upachun's 8th birthday. I'm sure you all know him much better than I do, and know his character, and the type of hardworking person he's been throughout his life. So just enjoy the evening, enjoy what we have in store. Happy birthday, Upachun. Thank you, Madhukudi Upachun. Now we will have a prayer by Joseph Jojo. Dear Heavenly Father, thank you so much for allowing us all as a family to get together today for Baby Upachun's 80th birthday. Lord, a lot of people gathered together to celebrate him, and we are so thankful that we get to do this, Lord. Not many people get to say that they make it to 80 years old, and we're just happy to still all to be together as a family, Lord. We just pray for the food and the hands that have made it. We pray for everybody that can make it here today. We pray for this household for hosting, Shajaj and Salajeji and Sanjay and Sachin. And most importantly, we thank you for everything you've done for us, all the blessings you've instilled in each of our families, and
nothing but more success, more life, more happiness and health and blessings for years to come for Baby Abichin. In the name of Jesus, I pray. Amen. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വളരെ അത്യധികം സന്തോഷത്തോടെയുള്ള ഒരു ദിവസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബേബിച്ചാൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കാൻ നമ്മളെല്ലാവരും കൂടെ ഇവിടെ കൂടിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷൈജുവും സാജുവും നേതൃത്വം കൊടുത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരുക്കിയതിന് അവർക്ക് ആദ്യമേ അഭിനന്ദനിക്കുന്നു, അതുപോലെ നന്ദി പറയുന്നു. നമ്മുടെ ഡെയ്സിയും ഷൈനിയും ജോസും പിന്നെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. അവരെല്ലാം ആദ്യം വെൽക്കം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഇതൊരു ദൈവാനുഗ്രഹമാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിയുന്നത്. ഞാൻ ആദ്യമായി ബേബിച്ചാൻ പിറന്നാൾ ആഘോഷിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ചാൻ. ബേബിച്ചാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ട്. ഒരു ബുക്ക് ഞങ്ങൾ ഉടനെ ഇറക്കുന്നുണ്ട്. ബേബിച്ചാന് 20 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ സുന്ദരനും സുമുഖനുമായ 20 വയസ്സുകാരൻ കുട്ടിവീഴ്ചയും ചുരുണ്ട മുടിയൊക്കെ വെച്ച് ചെത്തി നടക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു പുഴു പോലെ ഒരു കൊച്ചനിയുണ്ട്. അതാണ് ഞാൻ. അന്നത്തെ ബേബിച്ചാൻ്റെ ചേതവിഹാരം എന്താണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം എനിക്ക് പിതൃതുല്യനാണ്. എൻ്റെ അപ്പച്ചനെയും കാണുന്ന പോലെ തന്നെയാണ് കുഞ്ഞുടിച്ചാനെയും ബേബിച്ചാനെയും എല്ലാവരും ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ 8 മക്കളിൽ ഏറ്റവും ശാന്തനും സൗമ്യനുമായ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ബേബിച്ചാനെന്ന് തന്നെ ഞങ്ങൾ പറയും. ഞാൻ ഇന്ന് വരെ ബേബിച്ചാൻ ആരോടും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ പുള്ളിയുടെ ഒരു ചിരി കൊണ്ട് അതിനെല്ലാം മറയ്ക്കും. ഒരു പുഞ്ചിരി ഉണ്ട് എന്ത് പറഞ്ഞാലും. പക്ഷെ ബേബിച്ചാൻ ഒരു നല്ല കലാകാരനാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് പലപ്പോഴും ഇവിടെ വന്ന് കൂടുന്നുണ്ട്. ബേബിച്ചാൻ ഞങ്ങളുടെ കൂടെ കൂടി പാട്ടുമൊക്കെ പാടി വളരെ രസമുണ്ട്, നല്ലവണ്ണം പാടുകയും ചെയ്യും. അതുപോലെ ഞാൻ ബേബിച്ചാൻ്റെ അപാരമായ ഓർമ്മശക്തി അത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഓർമ്മശക്തി, പിന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ കുറിച്ചുള്ള ചരിത്രവും രാഷ്ട്രീയവും ആയ കാര്യങ്ങളെല്ലാം വളരെ അപ്ഡേറ്റഡ് ആണ്. എപ്പോഴും TV ഒക്കെ കണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നാട്ടിലെ അറിയാം. ഞങ്ങൾ പലപ്പോഴും ഞാൻ വിളിക്കുന്നുണ്ട്, മിക്കവാറും നാട്ടിലെ കാര്യങ്ങളെല്ലാം പറയും. അതുപോലെ തന്നെ നാടിനോടുള്ള സ്നേഹവും നാട്ടിൽ പോകാനുള്ള വളരെ ഒരു ആഗ്രഹവും വളരെ ഉണ്ട്. പിന്നെ നാടിനെ കുറിച്ച് ഇതുവരെ ഒരു തെറ്റായ നമ്മളൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ചൂടായതെന്നൊക്കെ പറയും. ബേബിച്ചാൻ ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ചൂടാണെങ്കിലും ഹി ലൈക്സ് ടു ഗോ ദെയർ. പിന്നെ ഞങ്ങൾ 8 പേരിൽ ഒരു റോൾ മോഡലാക്കാൻ പറ്റിയ ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയത് ബേബിച്ചാൻ തന്നെയാണ്. അത് നമ്മൾ ബേബിച്ചാൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും നമ്മുടെ ഒരു പിതാവിൻ്റെ നിലയിൽ നിന്നും എല്ലാം നമുക്ക് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ വെച്ച് അപ്പച്ചനെ അമ്മയും ടേക്ക് കെയർ ചെയ്തു. അവർ പോരുന്നവരെ വളരെ മനോഹരമായിട്ട് അവരെ ടേക്ക് കെയർ ചെയ്യുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. അതിന് വളരെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ നമ്മൾ ഒരാളെ മിസ് ചെയ്യുന്നത് നമ്മുടെ മേരിക്കുട്ടിമാവയാണ്. മേരിക്കുട്ടിമാവ മേളിൽ നിന്നെല്ലാം കാണുന്നുണ്ടെന്ന് നമുക്കറിയാം. ബേബിച്ചാന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഇവിടെ നിർത്തുന്നു. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ചാൻ. ഞങ്ങളുടെ ഇത്രയും സ്നേഹം നിറഞ്ഞ ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, അച്ഛൻ്റെ 80ാം പിറന്നാൾ ആഘോഷിക്കാൻ കിട്ടിയ ഈ അവസരത്തിനായി ദൈവത്തിനാദ്യമായി 1000 സ്തുതികൾ അർപ്പിക്കട്ടെ. എൻ്റെ ബന്ധുവായ അച്ഛനെ ഓർത്ത് പറയുമ്പോൾ ഉരയ്ക്കും തോറും മാറ്റ് കൂടുന്നതല്ലാതെ കുറയുന്നതായി ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഇത്രയും കൊച്ചുമക്കളെ സ്നേഹിക്കുകയും കരുതുകയും അതിനേക്കാൾ ഉപരി അവരെ ഊട്ടുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നുകയാണ്. എനിക്ക് ഏറെ പറയണമെന്ന് ദിനംപ്രതിയുള്ള അടുക്കളയ്ക്ക് വേണ്ടതെല്ലാം അന്നന്ന് തന്നെ കടയിൽ നിന്ന് എത്തിക്കുകയും അതുകൂടാതെ ഈ പ്രായത്തിലും കൃഷി ചെയ്ത് സഹോദരങ്ങൾക്കും വീട്ടിലേക്കും ഫലപ്രദമായ രീതിയിൽ പച്ചക്കറി ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കൂടുതൽ പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് എൻ്റെ അച്ചായന് ആരോഗ്യവും ദീർഘായുസും സ്വർഗത്തിലെ ദൈവം അധികമധികമായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുതലുള്ള ചെറുപ്പകാലം ഓർക്കുകയാണ്. ഞാനും അമ്മയും മേവിയും
കുഞ്ഞുട്ടിയും ഒന്നിച്ചായിരുന്നു കൂടുതലും ബാല്യകാലം സ്കൂളിലായിരുന്നു എന്നുള്ള പഠനം. ഞങ്ങൾ എല്ലാവരും അപ്പച്ചനോടും അമ്മയോടും ഒപ്പം വളർന്ന് സന്തോഷത്തോടെ കഴിഞ്ഞു. പിന്നീട് 4 സഹോദരങ്ങളും ഉണ്ടായി. വളരെ ശാന്തതയും സ്നേഹവുമുള്ള സ്വഭാവമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് ഉറുമ്പനിയിലേക്ക് താമസം മാറി. അപ്പോൾ എൻ്റെയും അമ്മയുടെയും വിവാഹം കഴിഞ്ഞിരുന്നു. ഉറുമ്പനിയിൽ വച്ചായിരുന്നു ദേവിയുടെ വിവാഹം. മേരിക്കുട്ടി ഞങ്ങളുടെ വീട്ടിൽ ആദ്യ മരുമകളായി വന്നു. പിന്നീട് ജോലി സംബന്ധമായി കണ്ണൂരേക്ക് പോയി. കുടുംബമായി ഞങ്ങൾ അങ്കമാലിയിൽ ആയിരുന്നപ്പോൾ ബേബിയും കുടുംബവും വീട്ടിൽ വന്നത് ഞാൻ ഓർക്കുന്നു. സ്ഥലം മാറ്റം കിട്ടി ചിറ്റാറിൽ വന്നപ്പോൾ അപ്പച്ചനോടും അമ്മയോടും ഒപ്പം കുടുംബത്തിൻ്റെ ചുമതല ഏറ്റു ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കുകയും സൽക്കരിക്കുവാനും വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ ഇവിടെയും ഞങ്ങൾക്കെല്ലാവർക്കും വരുവാനും ഒന്നിച്ച് കൂടി സന്തോഷം പങ്കിടുവാനും സാധിച്ചതിന് നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ സഹോദരൻ ബേബിക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മദിനാശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ചാൻ. ഇത്രയും കാലം കൂടെ ജീവിക്കാൻ ദൈവം സഹായിച്ച നന്മയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു. പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും വേദനകളിൽ നിന്നും എല്ലാം തരണം ചെയ്ത് പുള്ളി പറഞ്ഞ പോലെ ജീവിതത്തിന് മാറ്റം കൂടിക്കൂടി വരുന്നു. അതിനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും കുറേ കൂടെ ആയുസ് മുന്നോട്ട് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും കൊച്ചിലെയൊക്കെ കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലും ഒക്കെ കഴിഞ്ഞവരാ. എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് ഞങ്ങളുടെ വീട്ടുകാരെ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നെന്ന് പറയുന്നതാ ശരി. അതിൽ കൂടുതലായിട്ടും ബേബിച്ചായൻ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ കൊച്ചിലെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മൂത്ത മകനായിരുന്നുകൊണ്ട് പുള്ളി ചുമതല എടുത്തിട്ട് അത്യാവശ്യ കാര്യങ്ങളും കടയിൽ പോവുകയും സാധനം വിറ്റ് അല്ലെങ്കിൽ അയ്യത്തുനിന്ന് പറിച്ചുകൊണ്ട് പോയി സാധനം വിറ്റ് കടയിൽ പോയി അരിയും സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് കൊച്ചിലെ. പിന്നെ ഞാൻ നേഴ്സിങ്ങിന് പോകുന്ന ടൈമിലാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലങ്ങനെ പൈസയൊന്നും എടുക്കാനൊന്നുമില്ല, മിച്ചമൊന്നുമില്ല. അപ്പച്ചൻ കഷ്ടിച്ച് കിട്ടുന്നത് കൊണ്ട് കഴിയുമായിരുന്നു. അപ്പോഴാണ് ബേബിച്ചാനൊരു കല്യാണം വന്നത്. അപ്പം ആ വീട്ടുകാർ 1500 രൂപ സ്ത്രീധനമായിട്ട് കൊടുത്തു. അത് നമ്മുടെ ചിറ്റാർ അപ്പച്ചൻ എൻ്റെ നേഴ്സിംഗ് സ്കൂളിന് വേണ്ടി കൊടുത്തു. അങ്ങനെയാണ് ഞാൻ നേഴ്സിങ്ങിന് പോയത് എന്ന് എല്ലാവരോടും ഒന്നും കൂടി പറയുന്നു. അങ്ങനെ അതിൻ്റെ സമാനമായി ഞാൻ എല്ലാവരെയും അമേരിക്കയെ കൊണ്ടുവന്നെന്നും പറയുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം ഏത് കാലത്തായാലും നമ്മൾ ഒരു വഴിയിൽ കൂടെ തുടങ്ങും, വേറൊരു വഴിയിൽ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും എത്തിച്ചേരും. ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നതിന് വേണ്ടി നന്ദി. ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോഴും ഞങ്ങൾ അവിടെ ചിറ്റാർ വീട്ടിൽ താമസിക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നേതൃത്വം നടത്തുന്നത് ബേബിച്ചായന. രാവിലെ അടുക്കളയിൽ 6 മണിക്ക് വരും. ആയോ 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 ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചോദിക്കുന്നതാ. കിച്ചണിൻ്റെ വാതിൽക്ക് പോയി നിന്ന് പുള്ളി എറണോടത്തുനിന്നോളെ വിട്ട് ഒരു 6-7 മണി തൊട്ട് ചോദ്യം തുടങ്ങും, റെഡി ആയെന്ന് പെണ്ണുങ്ങളോട് കിച്ചണിൽ. അപ്പം ഓരോ നേരവും ഉച്ചയ്ക്കും അത് തന്നെ ചോദിക്കും, വൈകിട്ടും അത് തന്നെ ചോദിക്കും. അങ്ങനെ ആര് വന്നാലും എല്ലാവരും അങ്ങനെ പോയി കുടുംബമായിട്ട് കഴിച്ചും കുടിച്ചും സന്തോഷിച്ച് ഞങ്ങളെല്ലാം തിരിച്ചു വന്നു. പിന്നെ കാലങ്ങൾ ഇത്രയും മുന്നോട്ട് ആയുസ് കിട്ടിയതിന് വളരെ 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 നന്ദി. ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വന്ന എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ബേബിയെ പറ്റി പറഞ്ഞാൽ ബേബി ഞങ്ങളെ ഒരു ഫാദറിൻ്റെ സ്ഥാനത്താണ് ഞങ്ങളെല്ലാവരും ബേബിയെ കണക്കാക്കുന്നത്. അല്ലാതെ ഇളയ ഞങ്ങളെ സഹോദരനായിട്ടല്ല, മൂത്ത സഹോദരനായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങൾ നാട്ടിൽ താമസിക്കുമ്പോഴും ഏത് കാര്യമുണ്ടെങ്കിലും ബേബിയോടാണ് പറയുന്നത്.
അവിടെ പോയി ഓടി വീട്ടിലോട്ട് പോകും. അവിടെ ചെല്ലുമ്പം ബേബി അവിടെ ഉള്ളത്. അപ്പച്ചനും വയ്യാതൊക്കെ ഇരിക്കുക. എന്നാലും എന്തോ കാര്യം ഉണ്ടെങ്കിലും ബേബിയോട് അവിടെ ചെന്നാൽ പറയുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ മുന്നേ പോന്നു. കുറേ ഇവിടെ വന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴും അടുത്ത് തന്നെ വീട് വാങ്ങിച്ചു. ഇപ്പോഴാണെങ്കിലും എപ്പോഴും വിളിക്കാൻ പറയേ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ നടക്കാൻ വരുന്ന കണ്ടില്ലെങ്കിൽ ഞാൻ വിളിക്കും. അവൻ എന്ത് ചെയ്യും, അവൻ കിടക്കുവാന്ന് വയ്യാതിരിക്കുവാന്ന് നടക്കാൻ വരാത്ത എന്താന്ന് പറഞ്ഞ് തിരക്കും. അങ്ങനെ എപ്പോഴും വിളിക്കുകയും തിരക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദരനാണ്. മറ്റുള്ളവരെ അങ്ങനെ വിളിക്കാറില്ല, മറ്റുള്ളവർ ഇങ്ങോട്ടും വിളിക്കാറില്ല. നമുക്കറിയത്തില്ല. എന്നെ മാത്രം എന്നെ വിളിക്കും. മാത്രം വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇത്രത്തോളമൊക്കെ കഴിഞ്ഞു കൂടി. ദൈവം ഇത്രത്തോളം ആരോഗ്യമെല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ആർക്കും ഒരു ദോഷവും വരാതെ ഇത്രത്തോളം നടത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഞങ്ങളുടെ അപ്പൻ്റെ കുടുംബത്തിലാണെങ്കിലും അമ്മയുടെ കുടുംബത്തിലാണെങ്കിലും എല്ലായിടത്തും 6, 7, 8 മക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വീട്ടിലും ഇപ്പം ഈ സമയത്ത് ഇത്ര മൊത്തം മക്കളും ജീവിച്ചിരിക്കുന്ന ഒരു വീട് പോലും അതെന്തോ ദൈവത്തിൻ്റെ ഒരു അതിശയം പോലെ. ഞങ്ങളുടെ അമ്മ വീട്ടിലും ഇല്ല, അപ്പൻ വീട്ടിലും ഇല്ല. എല്ലാവരും കുറച്ച് മക്കളൊക്കെ ഉണ്ട്, 1, 2, 3 പേരൊക്കെ ഉണ്ട്. ബാക്കി എല്ലാവരും തട്ടിപ്പോയി. അപ്പോൾ എന്തോ അതിശയം കൊണ്ട് ഞങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നു. അതുപോലെ നല്ല കാര്യം എന്ന് ഓർപ്പിക്കട്ടെ. ഒരു വർഷം കൂടെ ദൈവം ആയുസ് കൊടുത്തതിന് ദൈവത്തോട് നന്ദി പറയുന്നു. 1000 നന്ദി. ഉപയോഗിച്ചാൽ ഇത്രയും കാലം എപ്പോഴും ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ വർത്താനം പറയുന്ന കൊച്ചമ്മയോടായിരുന്നു. എപ്പോഴും എല്ലാ കാര്യങ്ങളും പറയുകയും സംസാരിക്കുകയും ഞങ്ങൾ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും വർത്താനം പറയുമായിരുന്നു. വേവിച്ചാൻ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിനെ തന്നെ വേവിച്ചാൻ കല്യാണമൊക്കെ കഴിച്ച് ജോലിയായിട്ടങ്ങ് പോയി. പിന്നെ ഞങ്ങൾ 3 പേരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് വേവിച്ചാൻ ആയിട്ട് വലിയ പിന്നെ കൊച്ചിലെ ഞങ്ങൾ വഴക്കുണ്ടാകുമ്പോൾ അടിക്കുന്നതൊക്കെയാണ്. വേവിച്ചാൽ ദേഷ്യം വരും. വഴക്കൊത്തിരി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 2നെ അടിക്കും. ഞങ്ങൾ 2 കൂടെ അടി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അടിക്കും. അല്ലാതെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേവിച്ചതിന് ഉറുമ്പനിയിലൊക്കെ ഉറുമ്പനി വെച്ച് വേവിച്ചാൽ ഒരു പാമ്പിനെ കൊല്ലാൻ പോകുന്നത് അത്ര അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളെ. വലിയ മഴ വന്ന് വെള്ളം കയറി വന്ന് കോഴിക്കോട്ടി പാമ്പിനെ ഒരു പെരുമ്പാമ്പ് കയറി കോഴിക്കൂട്ടിൽ കോഴിയെ പിടിക്കാൻ കയറി അലച്ചപ്പം വേവിച്ചാനും ഞാനും കൂടെ ഓടി വേവിച്ചാനും ഓടി പാക്കട്ടെ. ആ ഓർമ്മ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ ഉള്ളൂ. അതിനെ കൊല്ലാൻ കിട്ടിയില്ല. അത് ചത്തം പോയില്ല. വേവിച്ചാനും അതങ്ങ് പോയി. മലമ്പാമ്പ് പെരുമ്പാമ്പ് കയറി അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ വേവിച്ചാൻ അങ്ങ് പോയി. അവർ കല്യാണമൊക്കെ കഴിച്ച് വേറെ താമസമായി. പിന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിച്ചു. പിന്നെ ഇവർ ഉത്സവത്തോട്ട് ചിറ്റാക്കി വന്നപ്പോഴത്തേക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനും പോയി. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വലിയ കണക്ഷനായിട്ടോ അങ്ങനെ വേവിച്ചാനുമായിട്ട് ഒന്നിച്ച് താമസിച്ചിട്ടില്ല. അതാ പറയാം. അങ്ങനെയൊക്കെയുള്ള ഉള്ളൂ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ. ആദ്യമായിട്ട് അച്ചാറിനോട് ഞാൻ നന്ദി പറയുന്നത് സന്തോഷവും സമാധാനമുള്ള ഒരു ചെറുപ്പകാലം ഞങ്ങൾക്ക് കിട്ടിയെന്നതിനാണ്. എൻ്റെ ജീവിതത്തിലെ സ്വീറ്റസ്റ്റ് മെമ്മറിയാണ് ഞങ്ങൾ പാനൂരിൽ ജീവിച്ച വർഷങ്ങൾ. അച്ചാറിനും അമ്മയും പരസ്പരമുള്ള സ്നേഹം കണ്ടുകൊണ്ട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരിക്കൽ പോലും അവർ തമ്മിലൊരു വാക്കുതർക്കം ഞാൻ കേട്ടിട്ടില്ല. ചെറുപ്പത്തിൽ ഞങ്ങൾ എവിടെ യാത്ര പോയാലും ബസ്സിലായാലും ട്രെയിനായാലും എനിക്ക് അച്ചാറിൻ്റെ കൂടെ നടക്കണം, അച്ചാറിൻ്റെ കൂടെ ഇരിക്കണം, അതെനിക്ക് നിർബന്ധമായിരുന്നു. അമ്മ ഈ സമയത്ത് ഓർക്കുന്നു, ഇന്ന് അച്ചാറിന് ശരീരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും ഞങ്ങൾക്ക് തണലായി, ഞങ്ങളുടെ സ്നേഹമായി സന്തോഷമായി ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ ബർത്ത്ഡേ വിഷസ് മുമ്പോട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടെ ഉണ്ടാകട്ടെ. അതാ പറയാനായിട്ട് ഞങ്ങൾ ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ പഴയ ചെറുപ്പകാലം ഓർമ്മ വന്നു. അച്ഛൻ ഒരു സിനിമ പോലും ഇല്ലാതെ എല്ലാ ആഴ്ചയും പോയി കാണുന്ന ഓർമ്മകളും ഞങ്ങളെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ കമ്പനി ഞങ്ങൾ കിടന്നു അച്ഛൻ സിനിമ കാണും. പക്ഷെ ചിത്താറ് കഴിഞ്ഞപ്പോഴും കുറച്ച് നാളൊക്കെ കാണുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അച്ഛൻ പഴയ മലയാള സിനിമകളായിരിക്കും ഇഷ്ടമെന്നാണ് എൻ്റെ ഇതിലുണ്ട്. പിന്നെന്തോ ഞങ്ങളെ എത്രത്തോളം എല്ലാവരും നേഴ്സാക്കി, അതൊരു വലിയ കാര്യമാണ്. ഞങ്ങളെ കൊണ്ടുപോലും പറ്റാത്തൊരു രീതിയിലാണ് ഞങ്ങളെ എല്ലാവരും പഠിപ്പിച്ചതൊക്കെ ആക്കി. ഇനിയിപ്പോൾ കുറച്ച്
താമസിക്കാനുള്ള അച്ഛൻ്റെ കൂടെ ഇങ്ങനെ താമസിക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ വന്നപ്പോൾ അച്ഛാതിന്റെ ഒരുപാട് ഇവിടെ സ്കില്ലുകളെ അച്ഛാൻ തമാശ പറയുന്ന ആളാന്ന് മനസ്സിലായി. നാട്ടിൽ തമാശ കേട്ടില്ല, കാരണം അവിടുത്തെ ലൈഫ് ഒരു ഡിഫറെന്റ് ആയിരുന്നു. അച്ഛാത് വേറൊരു സീരിയസ് ആണ്. അങ്ങനെ എല്ലാവരോടും അങ്ങനെ പെട്ടെന്ന് മിണ്ടുന്ന ഒരാളായിട്ടല്ല ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അച്ഛാതിന് വേറൊരു രീതിയാണ്. മറ്റേത് ജോലി കഴിഞ്ഞ് തന്നെ ജോലിയാണെങ്കിലും ഉച്ചയ്ക്ക് വരും. അപ്പൊ അമ്മ ലഞ്ചൊക്കെ റെഡി ആയിരിക്കും. അപ്പോൾ അത് കഴിക്കും. അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങും, പിന്നെ ജോലിക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഞാൻ സ്കൂളിലായിരിക്കും. എനിവേ, പിന്നെ അച്ഛാതിന്റെ ഇപ്പം ക്യാൻസർ സർവൈവർ എന്ന രീതിയിൽ ഇപ്പം അത് വലിയ ടഫാണ്. അങ്ങനെ പാൻക്രിയാറ്റിക് ക്യാൻസർ ഒക്കെ വന്ന് സർവൈവ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഡോക്ടർമാർക്ക് പോലും വളരെ അത്ഭുതകരമായിട്ടൊരു വളരെ എന്റെ ദൈവത്തിന്റെ എന്ന് വെച്ചാൽ ഭാഗ്യമോ അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ അതിന്റെയൊക്കെ പെയിൻ വെച്ചാൽ സഹിച്ചിട്ടുണ്ട്, അതില്ല എന്നല്ല. അങ്ങനെ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ. Then I remember thinking about how Apchal's birthday was coming up and realizing how truly blessed I am to have genuinely good grandparents and parents who didn't have any other agenda on their mind but to be a good person. It sounds simple and like everyone knows this, but it's not. We get so focused on improving our own lives, having things satisfy our own needs and feelings, to the point that we don't look to how that can impact others. I don't have too many childhood stories necessarily to recall with Apchal, as I didn't grow up in Texas. But one thing growing up taught me is that it's rare to come across someone with a pure heart. And that's what you have, Apchal. I can see it in the way you carry yourself and how you treat others and how you raise your kids. So thank you for leading this family in a way where the focus has always been to understand instead of judge, to create peace instead of chaos, and to love when it's easier to hate. Happy birthday, Apchal. Happy birthday to you. Happy birthday to you. Happy birthday, dear John. Happy birthday to you. Birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്. ഒരു അമ്മാവൻ അനന്തരവന് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എങ്ങനെ നമ്മെങ്ങനെ വളർത്തണം എന്നൊരു ചിന്ത. പെങ്ങളുടെ മകനാണ്, അവന് നന്നായി വന്നാലേ കുടുംബം രക്ഷപ്പെടുമോ എന്നുള്ളൊരു വീക്ഷണവും ഒരു നോട്ടവും ഒരു താഴ്ച
ബാക്കിയും എല്ലാം ഉണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തെ ഒത്തിരി ബാധിച്ചു. അതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് ഇത്രയാകാൻ പറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേബിച്ചാൻ എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും നേരുന്നു. ഞങ്ങൾ അനന്തമാർക്ക് എല്ലാവർക്കും വേണ്ടി സജി, ബിജു, ഗീത, ഗീതയ്ക്ക് എല്ലാവർക്കും ഇതുണ്ട്. അനന്തമായി ഞാൻ മറക്കുന്നില്ല. അപ്പം അങ്ങനെ ഒത്തിരി നല്ല കാര്യം ചെയ്ത് ചിറ്റാർ കുടുംബത്തിൻ്റെ ഒരു അപ്പച്ചൻ കഴിഞ്ഞ് അപ്പച്ചനോടൊപ്പം തന്നെ ഒപ്പം പണിയെടുത്ത് ഇത്രയും ആൾക്കാർ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല മാർഗദർശിയും ഒക്കെ കാണിച്ചു തരാമാണ് ബേബിച്ചാൻ. 100 വയസ്സ് 150 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്താണ് ചിറ്റാലക്കുടി പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മായി ബേബിച്ചാനൊക്കെ നമ്മളെ ഒരു അനുഗ്രഹം എന്നുള്ള നിലയിൽ രാജ്യം പറയുന്നത് തന്നെ വളരെ കാരുണ്യത്തോടെ അല്ലെ വളരെ സ്നേഹത്തോടെ ഞങ്ങളെ ആഹാരമൊക്കെ തരികയും സംരക്ഷിക്കുകയും എല്ലാ സ്നേഹങ്ങളും തന്ന് ഒരു മടിയും കൂടാതെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ നോക്കി നടത്തുന്ന പ്രത്യേകിച്ച് മേരിക്കുട്ടൻ മാമ ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിളിച്ചുകൊണ്ട് പോവുകയും എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബേബിച്ചാൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. ബേബിച്ചാൽ 80ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് എല്ലാവിധ മക്കൾ ആശംസകൾ നേരുന്നു. അടുത്ത ഒരു 50 വർഷം കൂടി ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ടച്ച് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ റാന്നി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് റാന്നിയിൽ നിന്ന് വടശ്ശേരിക്കര വന്ന് ബസ് ഇറങ്ങിയിട്ട് വേണം, സുത്തോട് ബസ് വിളിച്ച് വേണം പിന്നെ പോകാൻ. അന്നേരം അവിടെ ബസ് കാത്ത് വടശ്ശേരിക്കര അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ അച്ചാതനെ അവിടെ എങ്ങാനും കാണുവാണെങ്കിൽ അച്ചാതൻ അന്നേരം പറയും വന്നത് നമുക്ക് പോയി ഒരു കാപ്പി കുടിക്കാം. അച്ചാതൻ അവിടെ ഷാജീസ് ബേക്കറി കൊണ്ടുപോയി കാപ്പി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു തരും. അത് മീൻസ് അന്നേരം ആ സമയത്ത് നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക്കാണ്. കാരണം വിശന്ന് ബസ് കയറി കഷ്ടപ്പെട്ട് വന്ന സമയത്ത് അങ്ങനെ വരുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ മീൻസ് അതെനിക്കൊരു വളരെ ഒരു അനുഗ്രഹമായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ചലന് ദൈവം ആയുസ് ആരോഗ്യം കൊടുത്ത് കാത്ത് പരിപാലിക്കട്ടെ ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നന്ദി പറയാൻ, എല്ലാ മുഖങ്ങൾക്കും നന്ദി പറയാൻ ഉള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം നിങ്ങൾ എല്ലാവരും എന്നോടുകൂടെ ഇരുന്ന് എൻ്റെ എല്ലാ ആവശ്യത്തിലും കൂടെ ഇരുന്ന് സഹായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നീങ്ങുവാൻ വേണ്ടി സഹായിച്ച എല്ലാ സഹോദരങ്ങൾക്കും അതിനൊപ്പം എൻ്റെ എല്ലാ ഈ അമേരിക്ക വന്നതിന് ശേഷം ഒരുപാട് രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ദുരിതവും മരണവും എല്ലാം ഉണ്ടായി. എല്ലാ സമയത്തും എന്നെ ആശ്വസിപ്പിക്കുകയും കൂടെ നിൽക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകി തന്ന എല്ലാ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെ സ്നേഹവും സന്തോഷവുമുള്ള ആളാണ് അച്ഛൻ. ഇത്രത്തോളം ദൈവം നടത്തിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കൂടാതെ അച്ഛൻ നൽകിയ എല്ലാ സ്നേഹത്തിനും അച്ഛൻ ഈ ആരോഗ്യങ്ങൾ ദീർഘകാലം ഞങ്ങളോട് വസിപ്പാൻ തക്കണം എന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ ഹാപ്പി ബർത്ത്ഡേ. My first memory of Baby Abachin is in 1999 when I was 6 years old, visiting for Gila Mama's wedding. പിന്നെ മുന്നേ നിന്നത് അതിനുള്ള നന്ദി ഒത്തിരി നന്ദി ബേബിച്ചാണ്. ഹാപ്പി ബർത്ത്ഡേ ബേബിച്ചാണ് കൂടുതൽ ആയുസ് തരട്ടെ, ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Thank you.
വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം നീലാഞ്ജനപ്പുഴയിൽ നീരാടി നിന്ന നേരം നീ നൽകും കുളിരലയിൽ പൂമേനി പൂത്ത നേരം എന്നെഞ്ചിൽ ചാഞ്ഞിടുമാ തളിർന്നത നിന്നുലഞ്ഞോ എൻ രാഗമുദ്ര ചൂടും ചെഞ്ചുണ്ടു വിതുമ്പി നിന്നു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്രപ്പൂവിരിയും നാണത്താൽ നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്രപ്പൂവിരിയും നാണത്താൽ നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും ചെന്തളിർ ചുണ്ടിണയിൽ മുന്തിരി തേൻ കിനിയും തേൻ ചോരും വാക്കിലെന്തേ പേരു തുളുമ്പി നിൽക്കും കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു എന്റെ ഭാവനാരസലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി എന്റെ ഭാവനാരസലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി വർണ്ണസുന്ദരമാം താലങ്ങളേന്തി
വന്യപുഷ്പജാലം നിരയായി നിന്നെ വരവേൽക്കുവാനായി ഒരുങ്ങി നിന്നു. ആ ആ ആ ആ ആ ആ
കൈപിടിച്ചിടാൻ